ഇതാണ് കേട്ടോ വള്ളസദ്യയുടെ ഐറ്റംസ്. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആറന്മുള വള്ളസദ്യ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആറന്മുള വള്ളസദ്യയും അവിടുത്തെ കുറേ നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ. വഞ്ചിപ്പാട്ടും അങ്ങനെ ആയിട്ടുള്ള കുറേ നല്ല കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നാണ്. KSRTC ഡിപ്പോ പാലക്കാട് KSRTC ഡിപ്പോ ബഡ്ജറ്റ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യാത്രാ പ്ലാനുകളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ആറന്മുള വള്ളസദ്യ എന്നുള്ളതും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ബഡ്ജറ്റ് ട്രിപ്പിൽ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് KSRTC ഡിപ്പോൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി 10:30 സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം രാത്രി 10-11 മണിയോടെ തിരിച്ച് പാലക്കാട് എത്തുന്ന രീതിയിലുള്ളൊരു യാത്രാ പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ യാത്രയിൽ 5 പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളും അതുകൂടാതെ തിരിച്ചു വരുന്ന വഴിക്ക് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രമാണ് ഈ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് പഞ്ചപാണ്ഡവ ക്ഷേത്രം? പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്നാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവർക്കായി നിർമ്മിച്ച ക്ഷേത്രം എന്നാണ്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ 3 ജില്ലകളായ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 3 ജില്ലകളിലായി മഹാവിഷ്ണുവിനായി പഞ്ചപാണ്ഡവർ നിർമ്മിച്ച ക്ഷേത്രത്തെയാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ മഹാവിഷ്ണു ക്ഷേത്രങ്ങളെന്ന് നോക്കിയാലോ. യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച തൃച്ചിച്ചാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം, ഭീഷ്മ പ്രതിഷ്ഠിച്ച തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം, അർജുനൻ പ്രതിഷ്ഠിച്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, നകുലൻ പ്രതിഷ്ഠിച്ച തിരുവൻവണ്ടുവർ മഹാവിഷ്ണു ക്ഷേത്രം, സഹദേവൻ പ്രതിഷ്ഠിച്ച തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. നമ്മൾ രാവിലെ 3 മണിയാകുമ്പോഴേക്ക് തന്നെ നമ്മൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് അടുത്തായിട്ടുള്ള തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു നമുക്ക് സ്റ്റേയും കാര്യങ്ങളും ഫ്രഷപ്പ് ആവാനുള്ള റൂമും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് KSRTC തന്നിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രഷപ്പൊക്കെ ആയി രാവിലെ 5-5:30 ആകുമ്പോഴേക്ക് തന്നെ നമ്മളായിരുന്നു ആദ്യത്തെ ദർശനം കേട്ടോ. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിനകത്ത് ദർശനം കണ്ട് നമ്മൾ 5:30-6 മണിയാകുമ്പോഴേക്ക് തന്നെ നമ്മൾ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ രണ്ടാമത് നേരെ പോയത്. നമ്മൾ തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം 10:30 തന്നെ നമ്മൾ ബാക്കിയുള്ള 4 ക്ഷേത്രങ്ങളുടെ ദർശനം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. നമുക്ക് 11:30 സ്ലോട്ടാണ് കിട്ടിയിട്ടുള്ളത്, വള്ളസദ്യക്കുള്ള സ്ലോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് KSRTC തന്നെ ഒരുക്കിയിട്ടുള്ള പഞ്ചജനി എന്നുള്ളൊരു കല്യാണ മണ്ഡപത്തിനകത്താണ് നമുക്ക് വള്ളസദ്യ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കുറച്ച് നല്ല കാഴ്ചകൾ കാണാം. താളവും മേളവും ഭക്തിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് ആറന്മുള വള്ളസദ്യ. 52 കരക്കാരും 52 പള്ളിയോടങ്ങളും 72ഓളം ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഓണാഘോഷ പരിപാടിയാണ് ആറന്മുള വള്ളസദ്യ. നിലയ്ക്കലിൽ നിന്ന് 6 മുളകളുള്ള ചങ്ങാടത്തിൽ ഭഗവാൻ പമ്പാ നദിയിലൂടെ ഇങ്ങോട്ട് എത്തിച്ചേർന്നു എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് ആറന്മുള എന്നുള്ള പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വഴിപാടാണ് വള്ളസദ്യ. നമ്മൾ പോയ സമയത്ത് പമ്പാ നദിയിൽ വളരെ വെള്ളം കുറവായിരുന്നു കേട്ടോ. മുട്ടിലുള്ള വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വഞ്ചിയൊക്കെ കയറി കെട്ടി വലിച്ചാണ് അവർ കരക്കടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് വള്ളസദ്യയാണ്. ഇപ്പോൾ കൂടുതലും സന്താന സൗഭാഗ്യത്തിനും ആഗ്രഹ സാഫല്യത്തിനുമാണ് വള്ളസദ്യ നടത്തുന്നത്. ഏകദേശം 1-1.5 ലക്ഷം രൂപയുടെ ചിലവുണ്ട് കേട്ടോ വള്ളസദ്യ നടത്താനായിട്ട്. അപ്പോൾ നമുക്കുള്ള സമയമായിട്ടുണ്ട് വള്ളസദ്യക്കുള്ളത്. ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ നല്ല കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. ഇതാണ് കേട്ടോ വള്ളസദ്യയുടെ ഐറ്റംസ്. ഇതാട്ടോ അവർ
ഏകദേശം 44ഓളം വിഭവങ്ങൾ ഇലയിടുമ്പോൾ തന്നെ നമ്മളെ മുമ്പിലെത്തും. പിന്നെ ബാക്കിയുള്ള 20ഓളം വിഭവങ്ങൾ വള്ളപ്പാട്ടുകാർ പാട്ട് പാടി ചോദിച്ചു വാങ്ങണം. അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നത്. വള്ളസദ്യ കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് വള്ളസദ്യ, അതെന്തിനാണ് വള്ളസദ്യ കഴിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊരു ആൾ വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പോകുന്ന സമയത്തൊന്നും നമുക്കും വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് വള്ളസദ്യ എന്നുള്ളതിനെ കുറിച്ചൊന്നും. വള്ളസദ്യ എന്നുള്ള പറഞ്ഞ കേട്ട് നമ്മളും പോയതായിരുന്നു. അപ്പോൾ ആൾ വിശദമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ എന്താണ് വള്ളസദ്യ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വള്ളസദ്യ കഴിക്കട്ടെ. അപ്പോൾ അതുപോലുള്ള പുതിയ നല്ല വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.